everyone. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസിനെ ഡിഗ്രിയുടെ ബേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുക, ഇവിടെ 7y അതുപോലെ 2y² + y + 1 എന്നൊരു പോളിനോമിയൽ ഉണ്ട്. ആൻഡ് x³ + x² + 2x + 3 അങ്ങനെ 3 പോളിനോമിയൽസ് ഞാനിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയലുള്ള വേരിയബിളുടെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ 7y എന്ന് പറയുമ്പോൾ അവിടെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ് അല്ലേ? സോ 1 ഡിഗ്രി ഉള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീനിയർ പോളിനോമിയൽ. സോ ഡിഗ്രി 1, സോ ഇറ്റ്സ് കോൾഡ് ലീനിയർ പോളിനോമിയൽ. ഇനി നെക്സ്റ്റ് നോക്കാം, 2y² + y + 1. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ y എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? സോ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ്? ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽസിനെ നമ്മൾ എന്താ പറയുക? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കേസ് നോക്കാം, x³ + x² + 2x + 3. ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. സോ ഡിഗ്രി 3 ഉള്ള പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്നത് ക്യൂബിക് പോളിനോമിയൽ എന്നാണ്. ക്ലിയർ? ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ എല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, റൈറ്റ് ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിലെ വേരിയബിളുടെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം. 5x³ + 4x² + 7x. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ? സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. സോ ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്താണ് വിളിക്കുക? ക്യൂബിക് പോളിനോമിയൽ, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 - y². ഇവിടെ y എന്നുള്ള വേരിയബിളിൻ്റെ പവർ എന്താണ്? 2 ആണ് അല്ലേ? സോ ഇതിൻ്റെ ഹയസ്റ്റ് പവർ 2 ആണ്. സോ this is a quadratic polynomial and its degree is 2, right? ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, 5t - √7 അല്ലേ? അപ്പോൾ ഇവിടെ ടീൻ്റെ പവർ എന്താണ്? 1 ആണ്. √7 എന്ന് പറഞ്ഞാൽ അവിടെ t⁻0 ഉണ്ട് അല്ലേ? t⁻0 ഉണ്ട്. സോ ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്, ഹയസ്റ്റ് പവർ ഓഫ് t എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ, റൈറ്റ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 3 ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? കോൺസ്റ്റൻറ്റ് എന്നുള്ള നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 1 അല്ലേ? ഇപ്പോൾ 1ൻ്റെ പകരം നമുക്ക് x⁻0 എന്ന് എഴുതാം അല്ലേ? x⁻0 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ 0 പോളിനോമിയൽ. Okay, the only term here is 3, which can be written as 3x⁻0. So degree, the highest power അല്ലെങ്കിൽ ഡിഗ്രി എന്താണ്? ഇവിടെ 0 ആണ്. ക്ലിയർ? സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.